ഇന്ന് ഓണത്തിന്റെ മൂന്നാമത്തെ ദിവസമായ ചോതിയാണ്. നോക്കൂ, ഇതാണ് ഞാൻ ഇന്നിട്ട പൂക്കളം. സിമ്പിളാണെങ്കിലും നല്ല ഭംഗിയില്ലേ? ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന അവിയലാണ്. എന്റേതായ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ റെഡിയാക്കി വെക്കാം. കുറച്ച് വെജിറ്റബിൾസ് ഞാൻ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. പച്ചക്കായ, ചേന, കുമ്പളങ്ങ ഇതൊക്കെ ഇവിടെ തന്നെയുണ്ട്. അതൊക്കെ ഞാൻ പറമ്പിൽ പോയി പറിച്ചോണ്ട് വരാം. ആദ്യം പച്ചക്കായ, പിന്നെ ചേന, ഇതാ നല്ലൊരു കുമ്പളങ്ങയും കിട്ടി. അവിയലിന് വെജിറ്റബിൾസ് എല്ലാം ഒരേ വലുപ്പത്തിൽ മീഡിയം നീളത്തിലാണ് മുറിക്കേണ്ടത്. ഞാൻ വേഗം വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വരാം. ദാ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയും ചിരക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ഹാർഡായിട്ടുള്ള വെജിറ്റബിൾസാണ് വേവിക്കേണ്ടത്. അതിനുശേഷം ബാക്കി വെജിറ്റബിൾസും കൂടി ചേർത്ത് വേവിക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞളും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി വേവിക്കാം. ഇനി ബാക്കി വെജിറ്റബിൾസും കൂടി ചേർക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്യാം. ഇനി ചിരക്കി വെച്ച തേങ്ങയും പച്ചമുളകും ജീരകവും കൂടി ഒന്ന് ഒതുക്കിയെടുക്കണം. ഇതാ തേങ്ങയുടെ കൂട്ടും ചേർത്തു. ഇനി എല്ലാം നന്നായി ഇളക്കി കുറച്ച് സമയം കൂടി വേവിക്കാം. വെജിറ്റബിൾസ് എല്ലാം നന്നായി വെന്ത് ഈ രീതിയിലായാൽ അവിയൽ ഓൾമോസ്റ്റ് റെഡിയായി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം കുറച്ച് തൈര് ചേർത്ത് നന്നായി ഇളക്കണം. അവസാനം കുറച്ച് നല്ല വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. അതാണ് അവിയലിന്റെ ആ നല്ല മണവും രുചിയും കൂട്ടുന്നത്. ഇനി കുറച്ച് സമയം മൂടി വെച്ചിട്ട് തുറക്കാം. ദാ നല്ല അടിപൊളി അവിയൽ റെഡി. ദാ നല്ല അടിപൊളി കേരള സ്റ്റൈൽ അവിയൽ റെഡി. ചോറിന്റെ കൂടെ കഴിക്കാൻ ഇതിലും നല്ലൊരു കോമ്പിനേഷൻ വേറെയില്ല. അവിയലിന്റെ കൂടെ കഴിക്കാൻ ഒരു നാടൻ ശർക്കര വരട്ടിയും കൂടി ഉണ്ടാക്കാം. ഏത്തപ്പഴം നല്ല ക്രിസ്പിയായി വറുത്തെടുത്തിട്ട് ഇനി ഇതിൽ ശർക്കരയുടെ മധുരം ചേർക്കാം. ഇനി ശർക്കരയും കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കാം. നമ്മുടെ ശർക്കര വരട്ടി റെഡി. ചൂട് ചോറും ഈ നാടൻ അവിയലും കൂടി കുഴച്ച് കഴിക്കുമ്പോൾ എന്തൊരു രുചിയാ!